പ്രിയപ്പെട്ടവരെ, ഇന്ന് 14/9/2025 നമ്മൾ കവ്വായി കായലിന്റെ ഭാഗമായ രാമന്തളി ഏറൻപുഴയിലാണ്. വളരെ പ്രിയപ്പെട്ട, എനിക്ക് തോന്നുന്ന ഒരുപാട് വർഷങ്ങളായിട്ട് എന്നെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു റഫീഖ് വെങ്ങർ ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. എനിക്ക് ഇന്നാണ് സന്തോഷം വന്നത്. കാരണം വർഷങ്ങളായിട്ട് എന്നെ ഫോളോ ചെയ്ത് കൂടെ വരുന്നുണ്ടെങ്കിലും ഇന്നാണ് ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ നീന്തും എന്നുള്ളതല്ലാതെ ഇന്നിപ്പോൾ 2 കിലോമീറ്ററോളം നീന്താനായിട്ട് പറ്റിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. ഒരു വെള്ളത്തിൽ ചേർന്ന് വലിയൊരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. എന്തായിരുന്നു പഠന അനുഭവങ്ങൾ എന്ന് പറഞ്ഞു? തീർച്ചയായിട്ടും ഇത് ജലനിർവഹണ ദുരന്തത്തിന്റെ 7ാം ഘട്ടത്തിലാണ് കിടന്നത്. ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് 2 കിലോമീറ്റർ കായൽ ക്രോസിംഗ്. തീർച്ചയായിട്ടും ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, അത് ഭാഗത്തുനിന്നല്ല, സത്യം പറയും സാമൂഹ്യ പ്രതിബദ്ധത. അത് തീർച്ചയായിട്ടും ഇത്തരം സംഘടനകൾ വളരെയധികം മുന്നോട്ടാണ്. കായൽ ശുചീകരണമാവട്ടെ എന്തോട്ടെ, ഇപ്പോൾ വലിയൊരു എക്സ്പെൻസുള്ള ഒരു സംഭവമാണ്. ഇത്ര 7ാം ഘട്ടത്തിലൂടെ ഞങ്ങളെയൊക്കെ പൂർത്തീകരിച്ച് വിജയത്തിലെത്തിച്ചത് ഈ 2 കിലോമീറ്റർ കായൽ. ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. ചാൾസൺ സാറിൻ്റെ പ്രചോദനമാണ് എന്നെ 2 കിലോമീറ്റർ ക്രോസ് ചെയ്യാൻ കഴിഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും വളരെയേറെ അഭിനന്ദനാർഹമാണ്. ഇന്ന് ഇവിടെ നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സമാപന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മധുസൂദൻ MLA ആണ് നിർവഹിച്ചത്. തീർച്ചയായിട്ടും ഇതിലെല്ലാവരും കായൽ ക്രോസ് ചെയ്തു. വളരെ നല്ല അനുഭവമാണ്. വളരെ വളരെ നന്ദി സാർ. ഓക്കെ റഫീഖ് ഭായ്, ഒന്ന് ബാക്ക് ഫ്ലോട്ടും കിടന്നിട്ട് ഒന്ന് നീന്തുന്ന കണ്ടോട്ടെ. ബാക്ക് ഫ്ലോട്ട്, ഗുഡ്, വെരി ഗുഡ്. ചിൻ ബാക്ക്, ഫുൾ റെസ്റ്റ്, അനങ്ങാതെ കിടന്നു, കൈ അനക്കണ്ട, വെറുതെ കിടന്നു. ചിൻ ബാക്ക്, ചിരിച്ചിട്ട് കിടക്കണം. കഴുത്ത് ബാക്കോട്ട് കൊടുത്തോ. വെള്ളത്തെ നമ്മുടെ സ്വന്തം കൂട്ടുകാരനാക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾ ഭയപ്പെടേണ്ടുന്നതില്ല, മനസ്സിലായല്ലോ. മാക്സിമം നമുക്ക് ആ കഴിവ് നേടിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കൂട്ടുകാരനാകുന്നതിനെ ശത്രുവിനെ പോലെ കാണാതിരുന്നാൽ മാത്രം മതി, മനസ്സിലായല്ലോ. ഓക്കെ